ജാർഖണ്ഡിൽ വിദ്യാർത്ഥി സമരം അവസാനിക്കുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. ക്രമക്കേട് ഉയർന്ന പരീക്ഷകൾ റദ്ദാക്കാൻ തീരുമാനം. പ്രസിദ്ധീകരിച്ച ഫലങ്ങളും നിയമനങ്ങളും അസാധുവാക്കും. പ്രഖ്യാപനത്തിന് പിന്നാലെ സമരപ്പന്തലിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. സായ്കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സായ്കുമാർ, വിദ്യാർത്ഥി സമര വിജയം. തീർച്ചയായും ആര്യ, ഒരു വിദ്യാർത്ഥി സമരം കൂടി രാജ്യത്ത് വിജയം കാണുകയാണ്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാർഖണ്ഡിൽ നടന്നത്. ഏറ്റവും ഒടുവിൽ അല്പം മുമ്പ് മന്ത്രിസഭാ യോഗം ചേർന്ന് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണ്. ലക്നൗ കേന്ദ്രീകരിച്ചുള്ള TDPL കമ്പനിയുടെ നേതൃത്വത്തിൽ ജാർഖണ്ഡിൽ നടന്ന എല്ലാ പരീക്ഷകളും റദ്ദാക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളും ഇതിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം 2014 മുതലുള്ള റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തും എന്ന് സമരക്കാർക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പരസ്യമായി തന്നെ ഈ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള വലിയ ആഹ്ലാദ പ്രകടനം, നിരാഹാര സമരമടക്കം അവിടെ നടക്കുന്നുണ്ടായിരുന്നത് അവസാനിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദ പ്രകടനം അവിടെ നടക്കുകയും ചെയ്തു. എന്തായാലും എല്ലാ TDPLുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ഹേമന്ത് സോറൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ച ഫലങ്ങളും നടത്തിയ നിയമനങ്ങളും അസാധുവാകുകയും ചെയ്യും. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് തീരുമാനം എടുത്തത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 2014 മുതലുള്ള എല്ലാ വീഴ്ചകളും അന്വേഷിക്കും എന്ന് പറയുകയും ചെയ്തു. അതിന് പ്രത്യേക ഒരു CIDയെ തന്നെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ അമിതാഭ് കൗശലിന്റെ നേതൃത്വത്തിൽ ഒരു പരീക്ഷാ പരിഷ്കരണ സമിതിയെ രൂപീകരിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ തന്നെ അമ്പരപ്പിക്കുന്ന പല കണ്ടെത്തലുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ പറയുകയാണ്. ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ ദേവേന്ദ്ര മഹത്തോ കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം അവിടെ നിരാഹാര സമരം കിടക്കുകയാണ്. ആ സമരം അവസാനിപ്പിച്ചു. വലിയ ആഹ്ലാദ പ്രകടനം അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ചെറിയൊരു അനിശ്ചിതത്വമുള്ളത് ഈ സമരം പൂർണ്ണമായി അവസാനിപ്പിക്കണോ എന്ന കാര്യത്തിൽ സമരക്കാർക്കിടയിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. കാരണം CBI അന്വേഷണം അടക്കം അവർ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോയിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായും സമരം അവസാനിപ്പിക്കണോ, സർക്കാരിന്റെ നടപടികൾക്ക് കാത്തിരിക്കണോ എന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം നാളെയോടെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സായ്കുമാറാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.